നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനി ഫീച്ചേഴ്സും അതിൻ്റെ കോൺഫിഗറേഷനെ കുറിച്ചിട്ടുമാണ്. ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ആ കമ്പനിനകത്തുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കമ്പനി ഫീച്ചേഴ്സ് എടുക്കുന്നതിനായിട്ട് F11 പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ F11 ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ കമ്പനി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഷോ മോർ ഫീച്ചേഴ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യെസ് എന്ന് കൊടുക്കാം. അതുപോലെ ഷോ ഓൾ ഫീച്ചേഴ്സും യെസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പനിയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. ഇതിനകത്ത് ആദ്യം വരുന്ന സെക്ഷനാണ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിനകത്ത് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് യെസ് ആക്കി വെക്കുമ്പോൾ നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ട് സെക്ഷനാണ് അവിടെ എനേബിൾ ആവുന്നത്. അപ്പോൾ അതിനുണ്ടിൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. എനേബിൾ ബിൽ വൈസ് എൻട്രി, എനേബിൾ കോസ്റ്റ് സെൻറ്റർ, എനേബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. അതിൽ എനേബിൾ ബിൽ വൈസ് എൻട്രി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റെസീപ്റ്റ്സും പേയ്മെൻറ്റൊക്കെ ഒരു സെപ്പറേറ്റ് ബില്ലാക്കിയിട്ട് ട്രാൻസാക്ഷൻ കാണണമെങ്കിൽ എനേബിൾ ബിൽ വൈസ് എൻട്രിയിൽ ഓപ്ഷൻ യെസ് ആക്കി കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് എനേബിൾ കോസ്റ്റ് സെൻറ്ററാണ്. അതായത് നമ്മുടെ എക്സ്പെൻസൊക്കെ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് കാണണമെങ്കിൽ അത് നമുക്ക് എനേബിൾ കോസ്റ്റ് സെൻറ്റർ യെസ് ആക്കി കൊടുത്താൽ മതി. നെക്സ്റ്റ് വരുന്നത് എനേബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. അപ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ ഒരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജും അതുപോലെ തന്നെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു മെത്തേഡും കൂടി നമ്മൾ എവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് 3 ഓപ്ഷൻ നമ്മൾ എസ് ആക്കി കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് അവിടെ എനേബിൾ ആയിരിക്കും. ഇവിടെ എനേബിൾ ബിൽ വൈസ് എൻട്രിയിൽ നമ്മൾ എസ് കൊടുക്കുമ്പോൾ നമ്മുടെ പാർട്ടി ലെഡ്ജേഴ്സ്, അതായത് സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സൺഡ്രൈ ഡെപ്റ്റേഴ്സ് ലെഡ്ജേഴ്സിനകത്ത് മെയിൻറ്റെയിൻ ബിൽ വൈസ് അക്കൗണ്ട് പറഞ്ഞ ഓപ്ഷന് എനേബിൾ ആയിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് ഇൻവെൻട്രി ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ബിസിനസ്സിനകത്ത് ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇൻവെൻട്രി വരുന്ന ഓപ്ഷന് യെസ് ആക്കി കൊടുക്കാം. പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസും കൂടിയുണ്ട്. അപ്പോൾ അതിലത്തെ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻറ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. അതായത് നമ്മൾ അക്കൗണ്ട്സും ഇൻവെൻട്രിയും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യെസ് ആക്കി കൊടുക്കാം. അവിടെ നോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെൻട്രിയും അതുപോലെ അക്കൗണ്ട്സൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് എനേബിൾ പ്രൈസ് ലെവൽസ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഐറ്റത്തിന് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷന് യെസ് ആക്കി കൊടുക്കണം. നെക്സ്റ്റ് വരുന്നതാണ് എനേബിൾ ബാച്ചസ്. എനേബിൾ ബാച്ചസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് ബാച്ചസ് അല്ലെങ്കിൽ ലോഡ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷന് യെസ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് മെയിൻറ്റെയിൻ എക്സ്പയറി ഡേറ്റ് ഫോർ ബാച്ചസ്. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിന് ബാച്ചസ് അല്ലെങ്കിൽ ലോഡ്സ് ആയി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ മെഡിസിന്, ഫുഡ്, ഇതൊക്കെ ഒരു പർട്ടിക്കുലർ ഡേറ്റ് തന്നെ അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അത് വേണ്ടാന്ന് വെക്കണം, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ അത് എക്സ്പയർഡ് ആയി എന്ന് നമുക്ക് കാണിക്കാൻ, അതുപോലെ എക്സ്പയറി ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ഓപ്ഷന് യെസ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എനേബിൾ ജോബ് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ ഇൻവെൻട്രിയിലുള്ള സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷന് യെസ് ആക്കി കൊടുക്കണം. ഇനി അടുത്ത് വരുന്നതാണ് കോസ്റ്റ് ട്രാക്കിംഗ്. എനേബിൾ കോസ്റ്റ് ട്രാക്കിംഗ്. കോസ്റ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഓർഡർ കോസ്റ്റ് എന്നിവയൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷന് യെസ് ആക്കി കൊടുക്കണം. നെക്സ്റ്റ് വരുന്നതാണ് എനേബിൾ ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ജോബ് ചെയ്യാനുള്ള കോസ്റ്റ് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എനേബിൾ ജോബ് കോസ്റ്റിംഗ് പറഞ്ഞ ഓപ്ഷന് യെസ് ആക്കി കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന ഫീച്ചറാണ് യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സസ്. അതായത് നമ്മുടെ ഇൻവോയ്സിനകത്ത് ഡിസ്കൗണ്ട് കോളം ഒരു എക്സ്ട്രാ കോളം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷന് യെസ് ആക്കി കൊടുത്താൽ മതി. പിന്നെ വരുന്നതാണ് യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളംസ് ഇൻ ഇൻവോയ്സ്. ഇൻവോയ്സിനകത്ത് ആക്ച്വലും അതുപോലെ ബിൽഡ് ക്വാണ്ടിറ്റി പറഞ്ഞ കോളംസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് ഈ ഒരു ഓപ്ഷൻ യെസ് ആയി കൊടുക്കാം.
ആക്ച്വൽ പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ പ്രൈസും അതുപോലെ തന്നെ ബിൽഡ് ക്വാണ്ടിറ്റി പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ആ ഒരു ആക്ച്വൽ വാല്യൂന്ന് നിന്ന് മൈനസ് ചെയ്തിട്ട് കൊടുക്കുന്ന വാല്യൂ ആണ് ബിൽഡ് ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ ഈ 2 കോളം സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കി കൊടുക്കാം. കമ്പനി ഫീച്ചേഴ്സിനകത്ത് വരുന്ന മറ്റൊരു ഫീച്ചറാണ് ടാക്സ് സെക്ഷൻ. നമ്മുടെ കമ്പനി ടാക്സ് റിലേറ്റഡുമായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചറിൻ്റെ ആവശ്യമുള്ള ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് വയ്ക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് വന്നിട്ട് GSTൻ്റെ അണ്ടറിലാണെങ്കിൽ ഈ ഒരു ഓപ്ഷന് എസ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് GSTൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ് സെറ്റ് ഓർ ഓൾട്ടർ കമ്പനി GST റേറ്റ്. അതായത് GST റേറ്റ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം, അതുപോലെ ഓൾട്ടറേഷൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷന് എസ് ആക്കി കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എനേബിൾ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ നമ്മുടെ ബിസിനസ് TDSൻ്റെ അണ്ടറിലാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ എസ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ TCS വാറ്റും ഇതിൻ്റെ അണ്ടറിൽ നമ്മുടെ ബിസിനസ് ആണെങ്കിൽ ആ ഓപ്ഷനും എസ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് എക്സൈസ്. അതായത് നമ്മുടെ ബിസിനസ് എക്സൈസിൻ്റെ അണ്ടറിലാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സൈസ് ഡീറ്റെയിൽസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് എനേബിൾ സർവീസ് ടാക്സ്. നമ്മളൊരു ബിസിനസ് സർവീസ് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വരുന്ന ഫീച്ചേഴ്സൊക്കെയാണ് ഓൺലൈൻ ആക്സസ്, പേറോള്, അതേഴ്സ്. ഇപ്പോൾ പേറോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ പേറോൾ പറയുന്നത് എസ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ എനേബിൾ പേറോൾ സ്റ്റാറ്റ്യൂട്ട്, അതായത് പേറോൾ റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷന് എസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് കമ്പനി ഫീച്ചേഴ്സിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനിയുടെ കോൺഫിഗറേഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് കമ്പനി ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ് കോൺഫിഗറേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കമ്പനി കോൺഫിഗറേഷൻ പറയുന്നത് ഓരോ സ്ക്രീനും വേറെ വേറെ ആയിരിക്കും. അതായത് ഏത് സ്ക്രീനിൽ നിന്നാണോ നമ്മൾ കമ്പനി കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുന്നത് ആ സ്ക്രീനിൻ്റെ കോൺഫിഗറേഷൻ സെറ്റിങ്സ് ആയിരിക്കും അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ലെഡ്ജർ എടുക്കുന്നുണ്ട്. അപ്പോൾ ലെഡ്ജറിൽ വെച്ചിട്ട് കമ്പനി കോൺഫിഗറേഷൻ്റെ ഷോർട്ട് കട്ട് കീ ആയ F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഡ്ജറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷനാണ് വരിക. അതായത് ഓരോ സ്ക്രീനിനും അതിൻ്റേതായ കോൺഫിഗറേഷൻസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കോൺഫിഗറേഷൻ എനേബിൾ ചെയ്തിട്ട് ഒന്ന് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കോൺഫിഗറേഷൻ ഒന്നും മാറ്റുന്നില്ല. അഥവാ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ സമ്മറിയാണ് ഈ കാണുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.